ഇസ്രയേലിലെ മുൻ പ്രധാനമന്ത്രി യഹൂദ് ബാരാക്കുണ്ട്. ഇവരെല്ലാം അങ്ങോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? പുറത്തു വന്ന ദൃശ്യങ്ങൾ, ക്ലിന്റൺ ഉൾപ്പെടെയുള്ള അമേരിക്കൻ നേതാക്കൾ അവിടുത്തെ നീന്തൽക്കുളങ്ങളിൽ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുമായി ഒന്നിച്ച് നീന്തുന്നത് ആനന്ദ നൃത്തമാണെന്നാണ് നമ്മൾ കാണുന്നത്. മുതലാളിത്തം എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്തിൻ്റെ മാത്രമല്ല, വ്യവസായത്തിൻ്റെ മറവിൽ ആഗോള മൂലധന ശക്തികൾ ലോകത്തെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഒന്ന് ഡ്രഗ് ട്രാഫിക്കിംഗ് ആണ്, മറ്റൊന്നെന്താണ്? സെക്സ് ട്രാഫിക്കിംഗ് ആണ്, പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ട്രാഫിക്കിംഗ് ആണ്. അങ്ങനെ അങ്ങേയറ്റ ഹിൻഹ്യൂമനായിട്ടുള്ള മുതലാളിത്ത ലോകത്തെ ഭരണാധികാരികൾ, രാഷ്ട്രീയ നേതാക്കൾ, അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ ബ്യൂറോക്രാറ്റ് വിഭാഗം, ഇവരെല്ലാം തന്നെ ഇവരുടെ മൃഗീയമായ ആനന്ദാന്വേഷണത്തിന് വേണ്ടി ഈ എസ്പിൻ പോലുള്ള ആളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രഹസ്യ ദ്വീപുകൾ വരുന്ന ഇതാണ് ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നരേന്ദ്രമോദിയെ അവിടത്തേക്ക് ട്രംപ് പറഞ്ഞയച്ചത്? അപ്പം അവിടെ വെച്ച പല ആലോചനകളുമാണ് എന്താണ്? ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ്. ഇയാൾ ഒരു മൊസാദ് ഏജന്റാണ്. അപ്പം അവിടെ വെച്ചെന്താണ്? ആളുകളെ ട്രാപ്പ് ചെയ്യാണ്. അവരുടെ നൈമിഷികമായ വികാരങ്ങൾക്ക് അവരടിപ്പെടുന്ന ആ സന്ദർഭത്തെ വീഡിയോയും ഫോട്ടോ ഒക്കെ ആക്കിയിട്ട് ബ്ലാക്ക് മെയിലിംഗ് ആണ് ഈ വിദ്വാൻ്റെ പ്രധാനം. അങ്ങനെ പോകാൻ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ള നല്ല ധാരണ മോഡിക്കുണ്ട്. കാരണം അവരും ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഗുണഭോക്താക്കളായി നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ 2 പാർട്ടികളാണ് പ്രധാനമായിട്ടും ഈ ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൈക്കൂലിയെ നിയമവൽക്കരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് ചെയ്ത്. അപ്പോൾ ഇന്ത്യയിലെ വൻകിട കുത്തകകൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന പേരിൽ പണം കൊടുക്കുന്നത് പ്രധാനമായും 2 പാർട്ടികൾക്ക്. ഒന്ന് BJPക്കാണ്, മറ്റൊന്ന് കോൺഗ്രസ്. 2019 അമേരിക്കൻ ജയിലിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന ജെഫ്രി എംസ്റ്റൈലിൻ്റെ എംസ്റ്റൈൽ ഫയൽസാണ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുന്നത്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എന്താണ് എംസ്റ്റൈൽ ഫയൽസ്? എസ്പിൽ ഫയൽസ് എന്ന് പറയുന്നത് അമേരിക്കയും അവർ കൂട്ടുപിടിച്ചിരിക്കുന്ന സയനിസ്റ്റുകളും ആഗോള തലത്തിൽ മുതലാളിത്തത്തിൻ്റെ, ഇന്നത്തെ സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശം ഉറപ്പിക്കാൻ വേണ്ടി അവർക്കെതിരായി നീങ്ങാൻ സാധ്യതയുള്ള ആഗോള തലത്തിലെ എല്ലാ പ്രമാണിമാരെയും, അത് മൾട്ടിനാഷണൽ കമ്പനികളുടെ CEO ആവാം, അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ഉന്നതരായ ഉദ്യോഗസ്ഥരാവാം, ഇന്ത്യ പോലുള്ള ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വലതുപക്ഷക്കാരായ ഭരണാധികാരികളാകാം, അവരെയെല്ലാം തങ്ങളുടെ ഇംഗിതത്തിന്, അഭീഷ്ടത്തിനനുസരിച്ച് നിലപാട് സ്വീകരിക്കാൻ ആവശ്യമായ വലിയൊരു ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു രഹസ്യ ദ്വീപിലെ വിവരങ്ങളാണ് സ്ത്രീകൾക്ക് നേരെ, കുട്ടികൾക്ക് നേരെ നടന്ന ലൈംഗികമായ കൊടും പാതകങ്ങളുടെ വിവരങ്ങളാണ് എസ്പിൽ ഫയൽസ് ഇപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പേജുകളുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ അതിനോട് ചേർത്തുകൊണ്ട് അവരെന്താണ്, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണ് FBI ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളുടെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വിവരങ്ങൾ അനുസരിച്ച് നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപ് സമൂഹങ്ങളിൽ പെട്ട ഒന്നാണെന്ത്, ഈ സെൻറ്റ് ജോസഫ് എന്ന രഹസ്യപ്പേരിൽ അറിയപ്പെടുന്ന ജെഫ്രി എസ്പിൻസിൻ്റെ ഈ വിഹാരകേന്ദ്രം. ഇവിടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജീവിതമോഹങ്ങളുള്ള, അതിനുവേണ്ടി തൊഴിലും വരുമാനവും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ മോഡലുകളും മറ്റ് തൊഴിൽ ഉദ്യോഗങ്ങൾക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി ആഗോളതലത്തിൽ തന്നെ നിരവധി ഏജൻസികൾ പ്രവർത്തിച്ചിരുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന കൊച്ചു പെൺകുട്ടികളെ വരെ ലോകത്തിൽ നമ്മളൊക്കെ അതിനായകന്മാരായി മനസ്സിലാക്കുന്ന രാഷ്ട്ര നേതാക്കൾ, പ്രമാണിമാർ, ബ്യൂറോക്രാറ്റുകൾ അവരുടെ ലൈംഗികാനന്തരത്തിന് വേണ്ടി ഉപയോഗിച്ച മൃഗീയമായ, ഇൻഹ്യൂമനായ, നിർമാനുഷികമായ ലൈംഗിക കേളികൾക്ക് വേണ്ടി ഉപയോഗിച്ചതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന മനുഷ്യത്വരഹിതമായ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? മുതലാളിത്തം എന്ന് പറയുന്നത് അത് അവകാശപ്പെടുന്നത് പോലെ ജനാധിപത്യത്തിൻ്റെയും സുതാര്യതയുടെയും ലിബറലിസത്തിൻ്റെയും ഒന്നും ഒരു വ്യവസ്ഥയല്ല. അതിൻ്റെ ലിബറലിസം
അത് ചരിത്രത്തിലേക്ക് കടന്നു വന്നത് വ്യക്തിപരമായ ലിബറലിസത്തെ വലിയ ആദർശ സിദ്ധാന്തമായി മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. സ്വാതന്ത്ര്യത്തെയും വ്യക്തി അവകാശങ്ങളെയൊക്കെ സംബന്ധിച്ചുകൊണ്ടുള്ള മഹത്തായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. പക്ഷേ അതിൻ്റെ അതിജീവനത്തിന് മൂലധനത്തിൻ്റെ ലോകാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അത് തന്നെ ചരിത്രത്തിലേക്ക് കൊണ്ടുവന്ന എല്ലാ ആദർശങ്ങളെയും ധാർമ്മികതയും അത് കൈയൊഴിഞ്ഞ് അത് അങ്ങേയറ്റം ജീർണമായ ഡീജനറേറ്റായ ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ്. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാനുഷികമായ ഒന്നും ഇല്ല അവിടെ. എന്താണുള്ളത്? മൃഗീയമായ അങ്ങേയറ്റം ഇൻഹ്യൂമനായ ലൈംഗികതയാണ് നമ്മൾ കാണുന്നത്. തൊഴിൽ മോഹങ്ങളിൽപ്പെട്ട്, ജീവിത മോഹങ്ങളിൽപ്പെട്ട് ഇത്തരം റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളിൽ പെട്ടുപോയ പെൺകുട്ടികളാണ് ഈ രഹസ്യദ്വീപിൽ എസ്പീൻസിൻ്റെ ഈ വലയത്തിൽ എത്തപ്പെട്ടത്. അവരെ ഉപയോഗിച്ച് ലോക നേതാക്കളെയെല്ലാം, ആരൊക്കെയാണ്? ട്രംപുണ്ട്, ഇസ്രയേലിലെ മുൻ പ്രധാനമന്ത്രി യഹൂദ് ബാരാക്കുണ്ട്. ഇവരെല്ലാം അങ്ങോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? പുറത്തു വന്ന ദൃശ്യങ്ങൾ, ക്ലിൻ്റൺ ഉൾപ്പെടെയുള്ള അമേരിക്കൻ നേതാക്കൾ അവിടുത്തെ നീന്തൽക്കുളങ്ങളിൽ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുമായി ഒന്നിച്ച് നീന്തുന്നത് ആനന്ദ നൃത്തമാണെന്നാണ് നമ്മൾ കാണുന്നത്. മുതലാളിത്തം എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്തിൻ്റെ മാത്രമല്ല, മത്സരത്തിൻ്റെ മാത്രമല്ല, വ്യക്തികളുടെ സ്വകാര്യമായ സംതൃപ്തിയും ആനന്ദത്തെയും ഒരു ധാർമ്മികതയുടെയും പരിധിയിൽ നിർത്താൻ തയ്യാറില്ലാത്ത കേവലമായ അന്ധമായ മൃഗീയമായ ആനന്ദാന്വേഷണത്തിൻ്റെ കൂടി സംസ്കാരമാണ്. നീതിയോ ധാർമ്മികതയോ രാഷ്ട്രീയത്തിൽ നമ്മൾ പറയുന്ന നൈതികതയൊന്നും മുതലാളിത്തത്തിന് ബാധകമല്ല. ഇന്ന് ലോകത്തെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ തങ്ങൾക്ക് ഭീഷണമാകുന്ന ലോകരാജ്യങ്ങളെയെല്ലാം തകർക്കാൻ യഹൂദ ബൂർഷാ ലോബിയുടെ ജൂത ബൂർഷാസിയുടെ പ്രസ്ഥാനമാണ് സയനിസം. അല്ലാതെ യഹൂദരുടെ പ്രസ്ഥാനമല്ല, ഹിന്ദുക്കളുടെ പ്രസ്ഥാനമല്ലല്ലോ ഹിന്ദുത്വം. സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വം എന്നത് അതുപോലെ തന്നെ എന്താണ്? ലോകത്തെമ്പാടുമുള്ള യഹൂദരുടെ പ്രസ്ഥാനമല്ല സയനിസം. അത് ജൂത ബൂർഷാസിയുടെ പ്രസ്ഥാനമാണ്, ജൂത മുതലാളിമാരുടെ പ്രശ്നമാണ്. ഇന്ന് അമേരിക്കൻ ഭരണകൂടം എന്ന് പറയുന്നത് ജൂയിഷ് ലോബിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ജൂയിഷ് ലോബി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈനാൻസ് ഒലിഗാർക്കികൾ, ഫൈനാൻസ് മൂലധന ശക്തികൾ, ഇവരൊക്കെ നേതൃത്വം കൊടുക്കുന്നതാണ്. ചരിത്രപരമായ അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്ത് ഫലസ്തീനികൾ ചരിത്രപരമായി താമസിച്ചു പോരുന്ന ഒരു ഭൂമേഖലയിൽ സയനിസ്റ്റുകൾക്ക് അവരാവശ്യപ്പെട്ട രീതിയിൽ ഒരു രാഷ്ട്രമുണ്ടാക്കി കൊടുക്കാനുള്ള പ്രസ്ഥാനം, അതാണല്ലോ സയനിസ്റ്റ് പ്രസ്ഥാനം. അതിന് മുൻകൈയെടുത്ത തിയോഡർ ഹെർസൻ ഒരു മൂന്നാംകിട മാധ്യമ പ്രവർത്തകൻ മാത്രമായിരുന്നു. ആ തിയോഡർ ഹെർസനെ ലോകത്തിൻ്റെ മുമ്പിൽ ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ പറയുന്ന മഹാ ഇസ്രയേൽ, അതിനുവേണ്ടി അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ആചാര്യനായി അവതരിപ്പിച്ചതാരാണ്? റോത്ത് ചൈൽഡിനെ പോലുള്ള അക്കാലത്തെ ഇംഗ്ലണ്ടിലെയും പാരീസിലെയും ഫ്രാൻസിലെയും ഒക്കെ വൻകിട ബാങ്കുകളുടെ ഉടമയായിരുന്ന റോത്ത് ചൈൽഡാണ്. ആ റോത്ത് ചൈൽഡിൻ്റെ സ്വാധീനത്തിന് വഴങ്ങിക്കൊണ്ടാണ് അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയായിരുന്ന മിസ്റ്റർ ആൽഫ്രഡ് ബാൽഫർ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ മെഡിറ്ററേനിയൻ തീരത്ത് ഇന്ന് പലസ്തീൻ നിലനിൽക്കുന്ന സ്ഥലത്ത് ഇസ്രയേൽ രാഷ്ട്രം ഉണ്ടാക്കി കൊടുക്കുമെന്ന്, അതാണ് ബാൽഫർ പ്രഖ്യാപനം. അപ്പോൾ ഈ ബാൽഫർ പ്രഖ്യാപനം അടക്കം സയനിസത്തിൻ്റെ പലസ്തീനികളായ അറബ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ അവരുടെ ജന്മഭൂമിയിൽ നിന്ന് ഓടിപ്പോകാൻ വിസമ്മതിച്ചവരെ അരിഞ്ഞു വീഴ്ത്തിയും കൊന്നുകൂട്ടിയും ഇസ്രയേൽ രാഷ്ട്രമുണ്ടാക്കുന്നത് ആരാണ്? സാധാരണ യഹൂദരല്ല. ബൈബിളിലെ പഴയ നിയമത്തിലെ ഈ മഹാ ഇസ്രയേൽ പോലുള്ള സങ്കല്പങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് അത്തരം മിത്തുകളുടെ ബലത്തിൽ സാധാരണ യഹൂദരെ അതിനുവേണ്ടി ഭ്രാന്തമായ രീതിയിൽ അക്രമോത്സുകമായി സംഘടിപ്പിച്ചത് ജൂത ബൂർഷാസിയാണ്. ജൂത ബൂർഷാസിയുടെ പ്രസ്ഥാനമാണ് ഈ സയനിസം എന്ന് പറയുന്നത്. ആ സയനിസം ഇന്ന് അതിൻ്റെ ലോകാധിപത്യം, അതിന് അറബ് ലോകത്ത് ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അത് ഏറ്റവും ഭീകരമായ രീതിയിലുള്ള ചാരപ്രവർത്തനം, സ്പൈയിങ്, അതാണ് മൊസാദ്. ഇർബിൻ പോലുള്ള മിലിറ്ററി സംഘങ്ങളും മൊസാദ് പോലുള്ള ചാരസംഘങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അറബ് ലോകത്ത് അനീതികരമായ രീതിയിൽ പലസ്തീനികളുടെ ഭൂമി അപഹരിച്ച് ഇസ്രയേൽ രാഷ്ട്രമുണ്ടാക്കിയത്. ഇന്നും അത് നിലനിന്ന് പോരുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ട്രംപ് 2017 വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം
നമ്മളെന്താ കണ്ടത്? ലോകത്തോട് എന്താ ട്രംപ് പറഞ്ഞത്? ട്രംപ് ലോകത്തോട് പറഞ്ഞത് ഗസ ഇല്ലാതാക്കും എന്നാണ്. അവിടുത്തെ ജനങ്ങളെ മുഴുവൻ അവിടുന്ന് ഓടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയനിസ്റ്റുകളുടെ വംശീയ ഉന്മൂലന സിദ്ധാന്തത്തിന് മഹാ ഇസ്രയേൽ സാക്ഷാത്കരിക്കണമെങ്കിൽ അവശിഷ്ട പലസ്തീൻ മണ്ണായിരിക്കുന്ന പലസ്തീനികളുടെ അധിവാസ മേഖലയായിരിക്കുന്ന ഗസയും വെസ്റ്റ് ബാങ്കും ഇല്ലാതാക്കണം. അതിനുവേണ്ടിയുള്ള വളരെ ഗൂഢാലോചനപരമായ നീക്കങ്ങൾ നടത്തുന്നു. ആ ഗൂഢാലോചനപരമായ നീക്കങ്ങളുടെ ശൃംഖലയിലാണ് മൊസാദ് ഏജന്റ് കൂടിയായിട്ടുള്ള ഈ ജെഫ്രി എസ്പിൻ എന്ന് പറയുന്ന ഈ ലൈംഗിക കുറ്റവാളി ഇങ്ങനെ ഒരു രഹസ്യദ്വീപ്. അദ്ദേഹം എങ്ങനെയാണ് പണമുണ്ടാക്കിയത്? ലക്ഷക്കണക്കിന് കോടി ഡോളറുകളുടെ ഉടമയാണ് അദ്ദേഹം. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന അദ്ദേഹം ഒരു മാത്തമാറ്റിക്സ് അധ്യാപകൻ മാത്രമായിരുന്നു. ഒരു സാധാരണ സ്കൂളിൽ കണക്ക് പഠിപ്പിച്ചിരുന്നൊരു മാഷ് ഇന്ന് ലോകത്തിലെ അതിസമ്പന്നരിൽ ആളാവുക മാത്രമല്ല, ഒരു രഹസ്യദ്വീപുണ്ടാക്കി അവിടെ സുഖവാസ സൗകര്യങ്ങൾ ഒരുക്കി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അരക്ഷിതവും അനിശ്ചിതപൂർണവുമായ ജീവിതം നയിക്കുന്ന റഷ്യയുടെ ഉക്രൈൻ അതിർത്തികളിൽ നിന്ന്, ഉക്രൈൻ ഭൂമേഖലയിൽ നിന്ന്, അതുപോലുള്ള ജീവിക്കാൻ വഴിമുട്ടി കഴിയുന്ന ഭൂപ്രദേശങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ ക്യാൻവാസ് ചെയ്ത് അങ്ങോട്ട് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി ഈ മേഖലകളിലൊക്കെ ഏജൻസികൾ നിയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെ കൊണ്ടുവരുന്ന പെൺകുട്ടികളെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കുകയാണ്. പീഡനങ്ങൾക്കിരയായ പെൺകുട്ടികൾ തന്നെ അവരുടെ അനുഭവങ്ങൾ ആത്മകഥാപരമായി എഴുതി ഇന്ന് ലോകത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട്. എസ്പിൻ ഫയൽസിൽ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങളുണ്ട്, ഇതിൻ്റെ ചിത്രങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇന്നത്തെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ നിയോ ഫാസിസ്റ്റ് ലോകവ്യവസ്ഥ എന്ന് പറയുന്നത് എല്ലാതരം കുറ്റകൃത്യങ്ങളുടെയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും സാന്ദ്രീകരണമാണ്. അത് ലോകത്തെമ്പാടും ഡ്രഗ് ട്രാഫിക്കിംഗ് നടത്തുന്നുണ്ട്, ഡ്രഗ് ബിസിനസ് നടത്തുന്നുണ്ട്. എന്നിട്ട് ലോകത്തോടെന്താണ് പറയുന്നത്? വെനിസ്വലയിലെ മഡൂറ ഭരണകൂടം അദ്ദേഹം അമേരിക്കയിലേക്ക് ഡ്രഗ് കടത്തിവിടുകയാണ്. അതിന് പിറകിൽ അദ്ദേഹമാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തെ ആ രാജ്യത്ത് പോയി ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ എല്ലാവിധത്തിലുള്ള പരമാധികാരത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് അമേരിക്കൻ മിലിറ്ററി അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചു കെട്ടി വിമാനത്തിൽ കയറ്റി അമേരിക്കയിൽ കൊണ്ടുപോയി വിചാരണ ചെയ്യുകയാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ, ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ, ഈ അധോലോക സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം എന്ന് പറയുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അമേരിക്കയാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണമൊഴുകുന്ന ബിസിനസ്. നമ്മൾ സാധാരണ പറയും ഓട്ടോമൊബൈൽ വ്യവസായമാണെന്നൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയും ഈ IT ആണ് എന്നൊക്കെ പറയും. പക്ഷേ സൂക്ഷ്മമായ കണക്കുകൾ പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണമൊഴുക്കുന്നത് ഈ വിനോദ വ്യവസായത്തിൻ്റെ മറവിൽ ആഗോള മൂലധന ശക്തികൾ ലോകത്തെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഒന്ന് ഡ്രഗ് ട്രാഫിക്കിംഗ് ആണ്, മറ്റൊന്ന് സെക്സ് ട്രാഫിക്കിംഗ് ആണ്, പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ട്രാഫിക്കിംഗ് ആണ്. അങ്ങനെ അങ്ങേയറ്റ ഹിൻഹ്യൂമനായിട്ടുള്ള മുതലാളിത്ത ലോകത്തെ ഭരണാധികാരികൾ, രാഷ്ട്രീയ നേതാക്കൾ, അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ ബ്യൂറോക്രാറ്റ് വിഭാഗം, ഇവരെല്ലാം തന്നെ ഇവരുടെ മൃഗീയമായ ആനന്ദാന്വേഷണത്തിന് വേണ്ടി ഈ എസ്പിൻ പോലുള്ള ആളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രഹസ്യദ്വീപുകൾ വരുന്ന ഇതാണ് ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പം ഏറ്റവും പുതിയതായിട്ട് നരേന്ദ്രമോദി ട്രംപിനെ സർ എന്ന് വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ട്രംപ് പറയുന്നു ഇന്ത്യ എവിടെ നിന്ന് എണ്ണ മേടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ട്രംപ് ആണെന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. അതുമായി ഈ എംസ്റ്റീൻ ഫയൽസിന് ബന്ധമുണ്ട്. നരേന്ദ്രമോദി ട്രംപിനെ കൃത്യമായി ഭയപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം വാസ്തവതയുണ്ട്? ഇപ്പം പുറത്തു വന്ന വിവരം അനുസരിച്ച് ട്രംപ് നരേന്ദ്രമോദിയെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം. അതൊരു കേവലമായ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ പ്രശ്നമല്ല. നരേന്ദ്രമോദി പ്രദാനം ചെയ്യുന്ന മൂലധന ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പൊതുവായ ദേശീയ താല്പര്യങ്ങളോ ജനങ്ങളുടെ താല്പര്യങ്ങളോ അല്ല, അവർക്ക് എങ്ങനെയെങ്കിലും വളരണം. അതിന് ആഗോള മൂലധനമായിട്ട് കൂട്ടുകൂടിയായിട്ടാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലെ വൻകിട അംബാനി, അദാനി തുടങ്ങിയിട്ടുള്ള വൻകിട കോർപ്പറേറ്റുകൾ. അവരുടെ താല്പര്യങ്ങളിലാണ് നരേന്ദ്രമോദി നിൽക്കുന്നത്. ഇപ്പോൾ സുബ്രഹ്മണ്യസ്വാമി അദ്ദേഹം BJPയുടെ ഔദ്യോഗികമായ ഒരാളല്ലെങ്കിലും ഇന്ത്യയിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ശക്തനായ വക്താവാണ് അദ്ദേഹം.
അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇദ്ദേഹം ഇത്തരക്കാരനാണ്. മുഖ്യമന്ത്രി അതെ, മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് 2009 മുതൽ 2013 വരെയുള്ള വർഷങ്ങളിൽ ഒരു പെൺകുട്ടിയെ നിരീക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദപരമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് പിന്നീട് നരേന്ദ്രമോദി രക്ഷപ്പെട്ട എങ്ങനെയാണ്, ആ കുട്ടി ആവശ്യപ്പെട്ട ആ കുട്ടിയുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. നമുക്കൊരു മഹാ തട്ടിപ്പാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിലൊക്കെ എടുക്കുന്ന എന്താണ് നിരുത്തരവാദപരമായ. പെൺകുട്ടി അമേരിക്കയിലേക്ക് പോയി. അതെ, അമേരിക്കയിലേക്ക് പോവുകയാണ് ചെയ്തത്. അവരെ പിന്നീട് അമേരിക്കയിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം നരേന്ദ്രമോദി അവിടെ പോയി എന്ന് പറയുന്നത് അവിടുത്തെ പൊതുവായ ബിൽ ക്ലിൻ്റൺ, ട്രംപ്, ബിൽ ഗേറ്റ്സ്, ഈ ഒരു നിരയിലേക്കാണ് ആര് വരുന്നത്, നരേന്ദ്രമോദി വരുന്നത്. എന്തിനാണ് നരേന്ദ്രമോദിയെ അവിടത്തേക്ക് ട്രംപ് പറഞ്ഞയച്ചത്? അപ്പോൾ അവിടെ വെച്ച പല ആലോചനകളുമാണ് എന്താണ്, ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ്. ഇയാൾ ഒരു മൊസാദ് ഏജൻ്റാണ്. അപ്പോൾ അവിടെ വെച്ചെന്താണ്, ആളുകളെ ട്രാപ്പ് ചെയ്യുകയാണ്. അവരുടെ നൈമിഷികമായ വികാരങ്ങൾക്ക് അവരടിപ്പെടുന്ന ആ സന്ദർഭത്തെ വീഡിയോയും ഫോട്ടോ ഒക്കെ ആക്കിയിട്ട് ബ്ലാക്ക് മെയിലിംഗ് ആണ് ഈ വിദ്വാൻ്റെ പ്രധാനപ്പെട്ട പണി. ഇന്ത്യ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. കരാർ ഇതുവരെ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടില്ല. പക്ഷേ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയുമായി വ്യാപാര കരാർ ധാരണയായി. ആ വ്യാപാര കരാർ പ്രകാരം എന്താണ്, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരു നയാ പൈസയുടെ ചുങ്കമില്ല, തീരുവയില്ല, ടാക്സ് ഇല്ല, ഇറക്കുമതി ചുങ്കയില്ല. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 18% ചുങ്ക. എന്നിട്ട് നമ്മളോട് എന്താ പറയുന്നത്, മോഡി നേരത്തെ 25% പറഞ്ഞതാണ്. പ്രതികാര ചുങ്കം എന്ന നിലക്ക് 50% പറഞ്ഞാണ്, ഇപ്പോൾ 18% എത്തി. ഇന്ത്യൻ വിപണിയിലേക്ക് അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളും അമേരിക്കൻ ഇന്ധനങ്ങളും കൽക്കരി ഉൾപ്പെടെയുള്ള അതേപോലെ തന്നെ പുതിയ ടെക്നോളജി, ഇതെല്ലാം തന്നെ ഒരു നയാ പൈസ ചുങ്കമില്ലാതെ വന്നാൽ എന്തായിരിക്കും, ആഭ്യന്തരമായ ദേശീയമായ നമ്മുടെ കൃഷിയും വ്യവസായവും സാങ്കേതിക വിദ്യയുടെ വളർച്ചയുമെല്ലാം എന്നാണ് സമ്പൂർണ്ണമായി തകരും. ഇവിടെ 60% വരുന്ന ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന രാജ്യമാണ്. അമേരിക്കയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ വൻകിട കോർപ്പറേറ്റ്, കാർഗിലിൻ കോർപ്പറേറ്റ് പോലുള്ള, യുണൈറ്റഡ് ഫ്രൂട്ട്സ് കമ്പനി പോലുള്ള വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചാബിലെയും ഹരിയാനയിലെയും യു പിയിലെയും ഗോതമ്പ് കൃഷിക്കാർക്കോ അല്ലെങ്കിൽ കേരളത്തിലെ നെൽകൃഷിക്കാർക്കോ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുമോ? അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്, അമേരിക്കയുടെ ഉൽപ്പന്നങ്ങളുടെ ഡംപിങ്ങിൽ അത് കൊണ്ടുവന്ന് ഇവിടെ തള്ളുമ്പം ഇവിടുത്തെ ആഭ്യന്തരമായ കൃഷിയും വ്യവസായങ്ങളുമെല്ലാം തകരും. അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് നമ്മുടെ സ്വാശ്രയത്വം സമ്പൂർണ്ണമായി തകരുകയും നമ്മുടെ സമ്പദ്ഘടന എന്ന് പറയുന്നത് ജനങ്ങളുടെ ഉപജീവനമാർഗ്ഗമാണ്. ആ ഉപജീവന ഉപാധികൾ പൂർണ്ണമായി തകരുമ്പോൾ കടുത്ത ക്ഷാമത്തിലേക്കും പട്ടിണിയിലേക്കും ഇന്ത്യൻ ജനത എത്തപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇറക്കുമതി കരാർ എസ്പിൻ ഫയലുമായി ബന്ധമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. സുബ്രഹ്മണ്യസ്വാമി അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യ പോലുള്ള 3-ാം ലോക രാജ്യങ്ങളിലെ നേതാക്കന്മാരെ, ഭരണാധികാരികളെ അമേരിക്കൻ സാമ്രാജ്യത്വം മൊസാദിൻ്റെ സഹായത്തോടു കൂടി അവരുടെ പരിധിയിൽ നിർത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും, ഇവരുടെയൊക്കെ ദൗർബല്യങ്ങൾ, ഇവരുടെയൊക്കെ വ്യക്തിപരമായ വീക്ക്നെസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് സംഘടിപ്പിച്ചു വെക്കുന്നു, ശേഖരിച്ചു വെക്കുന്നു എന്നുള്ളതാണ് ഈ എസ്പിൻ ഫയൽസ് നൽകുന്ന ഒരു സൂചന. ഇപ്പോൾ 2 ദിവസമായിട്ട് പാർലമെന്റിൽ ഈ വിഷയത്തിൽ ചർച്ച വരുന്നുണ്ട്. ചൈനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും ഈ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ സമ്മതിക്കാത്ത അവസ്ഥ പോലും. അതെ അതെ. എന്നാൽ നമ്മുടെ ഇന്ത്യൻ മാധ്യമം ഈ വിഷയത്തിൽ നല്ല രൂപത്തിൽ, കേരളത്തിലെ മാധ്യമമല്ല ഞാൻ പറയും, ഇന്ത്യയിൽ മൊത്തത്തിലുള്ള മാധ്യമം നല്ല രൂപത്തിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്യാനും പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാനും തയ്യാറായിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കും അത്? അല്ല, മാധ്യമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, കോർപ്പറേറ്റ് ഉടമസ്ഥയിലുള്ളതാണ് മാധ്യമങ്ങൾ. ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ ലക്ഷ്യം എന്താണ്, അവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന നരേന്ദ്രമോദിയെ തന്നെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് സമാനരായ രാഷ്ട്രീയ നിലപാടുള്ള ആളുകളെ തന്നെ കേന്ദ്ര ഭരണാധികാരത്തിൽ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ കോർപ്പറേറ്റുകളാണ്. ഇപ്പോൾ അവസാനം NDTV ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അത് പ്രണോയ് റോയിൽ നിന്നും രാധിക റോയിൽ നിന്നും എങ്ങനെയാണ് ഗൗതം അദാനി തട്ടിയെടുത്തതെന്ന് നമുക്കെല്ലാം നമ്മൾ ഏറ്റവും അടുത്ത് ചർച്ച ചെയ്ത കാര്യമാണല്ലോ. അപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങളെല്ലാം കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്, കോർപ്പറേറ്റ് മീഡിയയാണ്. അപ്പോൾ കോർപ്പറേറ്റ് മീഡിയ ഇത് ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ പോലും വേണ്ടത്ര രീതിയിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ സമ്പദ്ഘടനയെ മുച്ചൂടും തകർക്കുന്ന ഒരു ഇറക്കുമതി കരാർ വരികയാണ്. 18% തീരുവ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അമേരിക്ക കൊടുക്കണം.
എന്നാൽ അമേരിക്ക ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരു നയാ പൈസ ചുങ്കമില്ല, തീരുവയില്ല. അപ്പോൾ അമേരിക്കക്ക് അവരുടെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇന്ത്യൻ വിപണിയിൽ നിറക്കാം. അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയുണ്ടാവില്ല. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ പോകുമ്പോൾ നമ്മുടെ കൃഷിയും വ്യവസായവും തകരും. അപ്പോൾ ഇന്ത്യയെ സമ്പൂർണ്ണമായി പാപ്പരീകരിക്കുന്ന ഒരു ഇറക്കുമതി കരാറിൽ, അമേരിക്കയുമായ ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ദേശീയ താല്പര്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ടെങ്കിൽ അത് വിപുലമായ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടണം, ബഹുജനാഭിപ്രായം രൂപപ്പെടുത്തണം. അത് ഇന്ത്യയിൽ നടക്കുന്നില്ല. അതാണ് നരേന്ദ്രമോദിക്ക് പിടിച്ചു നിൽക്കാനും കഴിയുന്നത്. പ്രതിപക്ഷം ഏത് രൂപത്തിലാണ് ഇതിനെ നേരിടേണ്ടത് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, പ്രതിപക്ഷം ഇതൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്ത് ബഹുജനങ്ങളെ അണിനിരത്തി സമരം ചെയ്യണം. പാർലമെൻറ്റിലെ ഔപചാരികമായ പ്രതിഷേധ പ്രകടനങ്ങൾക്കപ്പുറത്ത് തെരുവുകളിലേക്ക് ഇറങ്ങണം. അതിശക്തമായി ഇത്തരം കരാറുകൾ വഴി, ഇത്തരം ഡംപിങ് വഴി ഇന്ത്യൻ സമ്പദ്ഘടനക്ക്, ഇന്ത്യയുടെ കാർഷിക വ്യാവസായിക ഉൽപ്പാദന മേഖലക്ക് ഉണ്ടാകാൻ പോകുന്ന പാപ്പരീകരണത്തെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിനാവശ്യമായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം പോകണം. അങ്ങനെ പോകാൻ കോൺഗ്രസ്സിന് കഴിയില്ല എന്നുള്ള നല്ല ധാരണ മോഡിക്കുണ്ട്. കാരണം അവരും ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഗുണഭോക്താക്കളായി നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ഇപ്പം ഇന്ത്യയിൽ 2 പാർട്ടികളാണ് പ്രധാനമായിട്ടും ഈ ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൈക്കൂലിയെ നിയമവൽക്കരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് ചെയ്ത്. അപ്പോൾ ഇന്ത്യയിലെ വൻകിട കുത്തകകൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന പേരിൽ പണം കൊടുക്കുന്നത് പ്രധാനമായും 2 പാർട്ടികൾക്ക്. ഒന്ന് BJPക്കാണ്, മറ്റൊന്ന് കോൺഗ്രസ്സിനാണ്. അപ്പോൾ ഈ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങളെ അടിസ്ഥാനപരമായി ഹനിക്കുന്ന, അതിനേതെങ്കിലും രീതിയിൽ ആഘാതമുണ്ടാക്കുന്ന ഒരു പണിക്കും എന്താണ് പ്രതിപക്ഷത്തിലെ മുഖ്യ കക്ഷി പോകില്ല എന്നറിയാം. രാഹുൽ ഗാന്ധി സമരം നടത്തുന്നുണ്ടല്ലോ. അല്ല, അതുണ്ട്. ആ സമരങ്ങൾ പാർലമെൻറ്റിന് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പാർലമെൻറ്റിന് പുറത്ത് ഇതിന് ഈ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ നേതൃത്വത്തിലല്ല സമരം വരുന്നത്. അത് കർഷകരും തൊഴിലാളികളും ഒക്കെ അടങ്ങുന്ന മറ്റ് ബഹുജന വിഭാഗങ്ങളാണ് സമരങ്ങളിലേക്ക് വരുന്നത്. മറ്റ് രാഷ്ട്രീയ കക്ഷികളാണ് സമരങ്ങളിലേക്ക് വരുന്നത്. ആ സമരത്തോടൊപ്പം പാർലമെൻറ്റിൽ എന്ന പോലെ പാർലമെൻറ്റിന് പുറത്തും സമരങ്ങൾ വികസിപ്പിച്ചാൽ മാത്രമേ ഈ നയങ്ങളെ തോൽപ്പിക്കാൻ കഴിയൂ. ഈ നയങ്ങളെ തോൽപ്പിക്കാൻ കഴിയുക വഴി മാത്രമേ ഹിന്ദുത്വത്തിൻ്റെ വർഗീയ അജണ്ടയെ നമുക്ക് ഇല്ലാതാക്കാനും കഴിയൂ. എപ്സ്റ്റീൻ ഫയൽസിൽ പെടാത്ത നേതാക്കൾ 2 രൂപത്തിലുള്ള ലിസ്റ്റുകൾ ഞാൻ ഇന്നലെ ചില മലയാള മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പെടാത്ത നേതാക്കന്മാരിൽ പെട്ടതാണ് പുടിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് അധികവും ഇതിനകത്ത് പെടാത്ത ആളുകൾ. എന്തുകൊണ്ടായിരിക്കും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ഇപ്പോഴും ഇസ്രായേലിന് അവരുടെ പരിധിയിലേക്ക് വരുത്തിക്കാൻ സാധിക്കാതിരിക്കുന്നത്? അല്ല, അവർ ഒരു ആഗോള രാഷ്ട്രീയത്തിൽ, സാർവദേശീയ രാഷ്ട്രീയത്തിൽ ഇസ്രായേലിനും അമേരിക്കക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ട് നയതന്ത്രപരമായ ബന്ധങ്ങൾ തന്നെ വളരെ വൈകി സ്ഥാപിച്ച രാജ്യങ്ങളാണ് ഇതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഗൂഢാലോചനപരമായ നീക്കങ്ങളെക്കുറിച്ച് അവർ കോൺഷ്യസാണ്. അതുകൊണ്ടാവാം അവരെ അതിൽ പെടാതെ പോയിട്ടുണ്ടാവുക. അവരെയൊക്കെ പെടുത്താനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ടാവും. ഇതിൽ 2 തരം ആളുകളുണ്ട്. ഇപ്പോൾ ചോംസ്കിയെ പറ്റിയൊക്കെ ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട പല ബുദ്ധിജീവികൾ, ജീവശാസ്ത്രജ്ഞർ ഒക്കെ ഇയാളായിട്ട്. പക്ഷെ അവരവിടെ പോയത് കണ്ടല്ല, ഇദ്ദേഹവുമായിട്ടുള്ള ഇമെയിൽ സന്ദേശങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അതാണ്. ലോകത്തിലുള്ള പ്രമുഖരെയൊക്കെ തന്നെ ഈ ഒരു ചതിയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം എല്ലാവരുമായിട്ട് മെയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അത്തരം കമ്മ്യൂണിക്കേഷൻ ഇവരെല്ലാമായിട്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ പോയവരും അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുത്തവരും അതേപോലെ തന്നെ അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ നടത്തിയപ്പോൾ അതിന് മറുപടി പറഞ്ഞവരെയൊക്കെ ഒരേ രീതിയിൽ കാണാൻ പറ്റില്ല. എസ്പിൻ എല്ലാവരെയും, അതൊരു ചിലന്തി വലയാണ്, ഒരു ഗ്ലോബൽ സ്പൈ വർക്കിൻ്റെ ഒരു ചിലന്തി വലയാണത്. ആ സ്പൈ വർക്കിൻ്റെ ഈ ചാരപ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷണം ചരിത്രപരമായി തന്നെ ഈ സെക്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലൈംഗിക സുഖവാസ കേന്ദ്രത്തിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ പിടിച്ചു കൊണ്ടുവന്ന് അവിടെ അവരുടെ ദൗർബല്യങ്ങൾ ഉപയോഗപ്പെടുത്തി ചതിയിൽപ്പെടുത്തുക, എന്നിട്ട് ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉപയോഗിച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ അറബ് രാഷ്ട്രങ്ങൾ ചില നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടാത്തത് കാണുന്നുണ്ട്. എപ്സ്റ്റീൻ ഫയൽസിലും അറബ് നേതാക്കൾ വന്നിട്ടുണ്ട്. ഇതുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ടാവുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഈ പലസ്തീൻ പ്രശ്നത്തിൽ ചരിത്രപരമായി തന്നെ പല അറബ് നേതാക്കളും നിലപാട് സ്വീകരിച്ചിരുന്നില്ല. നമുക്കതറിയാമല്ലോ. 1948 ഇസ്രയേൽ രാഷ്ട്രം UN പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത യുദ്ധമാണ് ഈജിപ്തിലെ നാസർ പ്രഖ്യാപിച്ചത്.
മുഴുവൻ അറബ് രാജ്യങ്ങളോടും നാസർ ആവശ്യപ്പെട്ടതാണ് ഒന്നിച്ചിരുന്ന് നമ്മൾ ഇതിനെ തോൽപ്പിക്കണം എന്നാണ്. പക്ഷേ വളരെ കുറഞ്ഞ രാഷ്ട്രങ്ങളെ, ഇറാൻ പോലുള്ള, അന്ന് ഡോക്ടർ മുഹമ്മദ് മൊസാദിക്കിൻ്റെ സർക്കാരാണ് ഇറാൻ അവിടെ ഭരിക്കുന്നത്. ഇറാൻ പോലുള്ള വളരെ കുറഞ്ഞ രാജ്യങ്ങളെ എന്ത് ചെയ്തിട്ടുള്ളൂ, ആ യുദ്ധത്തിൽ നാസറുടെ കൂടെ നിന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ആളുകളും എന്താണ്, വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. ചരിത്രപരമായ എല്ലാ കാലത്തും എന്താണ്, ഈ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും താല്പര്യങ്ങളെ, പ്രത്യേകിച്ച് പലസ്തീനികളുടെ ജന്മാവകാശത്തെ നിഷേധിക്കുന്ന, അവരുടെ ഭൂമി അപഹരിക്കുന്ന നിലപാടിനെ ശക്തമായി എതിർക്കാൻ ഈ അറബ് രാജ്യത്തെ പല രാജാക്കന്മാരും തരും. ഇവരൊക്കെ പഴയ ഷെയ്ഖ്ഡങ്ങളുടെ പ്രതിനിധികളായിട്ട് അമേരിക്ക തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഭരണാധികാരികൾ കൂടിയാണ്. അപ്പോൾ അവരിൽ ചിലരൊക്കെ, ഇപ്പോൾ UAE ഭരണാധികാരിയൊക്കെ ഇവിടെ പോയതായിട്ടുള്ള ചിത്രങ്ങളിപ്പോൾ പുറത്ത് വരുന്നുണ്ട്. അത് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു പ്രശ്നമാണ്. അമേരിക്കയുടെയും മൊസാദിൻ്റെയും ഒക്കെ വളരെ ഗൂഢാലോചനപരമായ നീക്കങ്ങളിലാണ് അറബ് രാജ്യത്തെ ഭരണാധികാരികളെയെല്ലാം തന്നെ ഈ ജെഫ്രി എസ്പിൻ്റെ ഈ രഹസ്യദ്വീപിലേക്ക് എത്തിച്ചതുൾപ്പെടെയുള്ള നടപടികൾ. ആ ഗൂഢാലോചനയെ ആഗോള തലത്തിൽ തങ്ങളുടെ ലോകാധിപത്യവും സയനിസ്റ്റ് ഭീകരതയും നിലനിർത്താൻ, അറബ് ജനതക്കെതിരായിട്ട് തങ്ങളുടെ കൂട്ടക്കൊലകൾ തുടരാൻ കഴിയുന്നൊരു സാഹചര്യത്തെ നിലനിർത്താൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ വേൾഡ് ഓർഡറിനെ നിലനിർത്താൻ SP നടത്തിയിട്ടുള്ള, മൊസാദ് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരിക്കാം ഇവരെല്ലാം അവിടെ എത്തപ്പെട്ടത്. ഓക്കെ, ഇതിനകത്ത് അകപ്പെട്ട കുറേ പെൺകുട്ടികളുണ്ട്, അവരുടെ പാരൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഒരു ലോക രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളെന്ന നിലയിൽ ഇവർക്ക് ഏത് രൂപത്തിലായിരിക്കും നീതി ലഭിക്കുക എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇവർക്ക് നീതി ലഭിക്കുമോ ഇന്നത്തെ ഒരു ലോകക്രമത്തിൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയൊക്കെ സമീപിച്ച നിരവധി വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഹേഗിലെ അന്താരാഷ്ട്ര കോടതി പലസ്തീൻ പ്രശ്നത്തിൽ ദക്ഷിണാഫ്രിക്ക കൊടുത്ത കേസിൽ അവിടെ നടക്കുന്നത് വംശഹത്യയാണെന്നും പലസ്തീനികൾക്ക് അവരുടെ ജന്മഭൂമി വിട്ടുകൊടുക്കണമെന്നും വിധി എഴുതിയിട്ടുണ്ട്. ഈ വംശഹത്യയുടെ പേരിൽ എന്താണ്, ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയെ വിചാരണ ചെയ്യണം, വംശഹത്യ ജിനോസൈഡിന് വിചാരണ ചെയ്യണമെന്ന് ഹേഗലിലെ കോടതി പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് എന്തെങ്കിലും നടപടി നടക്കുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ ഒരു ലോകക്രമത്തിനകത്ത് എത്രത്തോളം നീതി ലഭിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് സമാനമായ രീതിയിലാണ് എൽ സാൽവഡോറിലും ലാറ്റിൻ അമേരിക്കയിലെ നിരവധി രാജ്യങ്ങളിലും വലിയ കൂട്ടക്കൊലകൾ നടന്നത്. അർജൻറ്റീനയിൽ വലിയ രീതിയിൽ കൂട്ടക്കൊലകൾ നടന്നത്. അങ്ങനെ അത്തരം കൂട്ടക്കൊലകളിൽ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ ഒരു സാർവദേശീയ പ്രസ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. അപ്രത്യക്ഷരായ മക്കളുടെ അമ്മമാർ ഒന്നിച്ചുകൊണ്ടൊരു വലിയ സാർവദേശീയ സംഘടന ഉണ്ടാക്കി. അവർ ഞങ്ങളുടെ മക്കളെവിടെ, അവരെ ആരാണ് കൊന്നത്, അവരെവിടെയാണുള്ളത് എന്ന ചോദ്യം ഉന്നയിച്ചു. ഇതിനൊന്നും ലോകത്തിന് എന്താണ് ഇതുവരെ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ലോകത്തിൻ്റെ നീതിബോധത്തിന് മുമ്പിൽ സാമ്രാജ്യത്വത്തിൻ്റെയും സൈനിസത്തിൻ്റെയും ഭീകരത വലിയൊരു ഭീഷണിയായി നിൽക്കുകയാണ്. ആ ഭീഷണിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ലോകരാജ്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് സാമ്രാജ്യത്വ വിരുദ്ധമായ വൻശക്തി മേധാവിത്വത്തിനെതിരായ നിലപാട് സ്വീകരിച്ചൊരു രാജ്യമാണ് ഇന്ത്യ. നമുക്ക് സ്വതന്ത്ര വിദേശ നയവും ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് സ്ലിപ്പ് ചെയ്ത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ശിങ്കിടിയായി. 1992 നരസിംഹറാവു സർക്കാരാണ് അന്നത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രിയായിരുന്ന മിസ്റ്റർ ഷിമോൺ പെരേസിനെ ഇന്ത്യയിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത്. നെഹ്റുവിൻ്റെ കാലത്ത് ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവും ഇസ്രയേലുമായി ഉണ്ടാക്കില്ല എന്ന ഉറച്ച നിലപാടെടുത്ത രാജ്യമാണ് നമ്മുടേത്. ഇസ്രയേലിനൊരു കോൺസുലേറ്റ് തുടങ്ങാൻ പോലും നമ്മൾ ഡൽഹിയിൽ സൗകര്യം കൊടുത്തിട്ടില്ല. എന്നാൽ 1970-കളിൽ തന്നെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ എന്താണ്, യാസർ അറാഫത്തിന് രാജ്യമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. ആ പലസ്തീൻ എന്ന രാജ്യത്തിന് കൽപ്പിത പദവി നൽകി. ആ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് യാസർ അറാഫത്തിന് പലസ്തീന് ഇവിടെ നയതന്ത്ര കാര്യാലയം തുറക്കാൻ ഡൽഹിയിൽ അനുമതി കൊടുത്ത രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ 92 മുതൽ ഇസ്രയേലുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. 2017 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 2017 ആകുമ്പോഴേക്കും 25 വർഷമായി ഇതിന് ഇസ്രയേലുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചതിന്. ആ 25-ാം വർഷം ഇസ്രയേലുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തിൻ്റെ 25-ാം വാർഷികം ആഘോഷിക്കാനാണ് എവിടത്തേക്ക് പോയത് ഇയാൾ? ഇസ്രയേലിലേക്ക് പോയത് നരേന്ദ്രമോദി. അപ്പോൾ ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയം,
ചേരിചേരാ പ്രസ്ഥാനം ഉൾപ്പെടെ നമ്മൾ ഉയർത്തിപ്പിടിച്ച വൻശക്തി സാമ്രാജ്യത്വ മേധാവിത്വത്തിൻ്റെ നിലപാട്, സയനിസത്തിനോട്, ഇസ്രായേൽ രാഷ്ട്രത്തോട് വിട്ടുവീഴ്ചയില്ലാതെ നമ്മളെടുത്ത നിലപാട്, ഇതെല്ലാം വീണ്ടെടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതാണ് ഇന്ന് ഇന്ത്യയിലെ ജനാധിപത്യവാദികളും സാമ്രാജ്യത്വ വിരുദ്ധരുമായിട്ടുള്ള എല്ലാ ആളുകളെയും ചെയ്യേണ്ടത്. ആ പാരമ്പര്യത്തെ നമ്മൾ പിന്തുടരണം. നരസിംഹറാവുവിൻ്റെ അല്ല, നെഹ്റുവിൻ്റെ പാരമ്പര്യത്തെ, ഗാന്ധിയുടെ പാരമ്പര്യത്തെ നമ്മൾ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് എന്തെങ്കിലും പ്രശ്നപരമായിട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ചും അമേരിക്ക പോലെയുള്ള വലിയൊരു രാജ്യവുമായിട്ട് ഇനി ഭാവിയിലൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്, പ്രത്യേകിച്ചിട്ടും അന്താരാഷ്ട്രപരമായിട്ട് കച്ചവടത്തിനൊക്കെ ബാധിക്കാൻ സാധ്യതയില്ല? അല്ല, അന്താരാഷ്ട്ര രംഗത്ത് നമ്മൾ അമേരിക്കയുടെ ശിങ്കിടിയായി നിന്നിട്ടും നമ്മുടെ വ്യാപാരത്തെയും വാണിജ്യത്തൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കാൻ കഴിയണം. 159 രാജ്യങ്ങളടങ്ങുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ആഗോള വ്യാപാര രംഗത്ത്, കച്ചവട രംഗത്ത് അമേരിക്കയുടെ കുത്തക എന്നേക്കുമായി അവസാനിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ചൈനയുടെ ഒരു ഇനീഷ്യേറ്റീവ് വന്നിരിക്കുക, ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് വന്നിരിക്കുക. ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ബ്രിക്സ് ഉണ്ടാക്കിയത്. ആ ബ്രിക്സിൽ നിരവധി രാജ്യങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ബ്രിക്സ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന എന്താണ്? അമേരിക്കൻ ഡോളറിന് ബദലായിട്ട് ഒരു നാണയം കണ്ടെത്തുന്നത്, ഡോളർ എന്നുള്ള വിനിമയം അവസാനിപ്പിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ബ്രിക്സ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഷാങ്ഹായ് കോർപ്പറേഷൻ. അപ്പോൾ അമേരിക്കയുടെ ലോകമേധാവിത്വത്തിന് വെല്ലുവിളി ഉയർത്താവുന്ന റീജിയണലായിട്ടുള്ള നിരവധി സംഘടനകൾ, ഏജൻസികളൊക്കെ ഇന്ന് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പക്ഷത്തുറച്ച് നിൽക്കുക. നമ്മളിപ്പോൾ ചെയ്യുന്നത് ബ്രിക്സിലും പോവും, അതൊക്കെ എന്താണ്, ട്രംപിൻ്റെ അടുത്തും പോകും. അപ്പോൾ ട്രംപ് ഗ്രേറ്റ് ഫ്രണ്ടാണ്, മൈ ഡിയർ ഫ്രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ട്രംപ് പറയുന്നത് കേൾക്കും, ഈ ബ്രിക്സിൻ്റെയൊക്കെ തീരുമാനങ്ങളിൽ നമ്മൾ നിൽക്കില്ല. അപ്പോൾ ബ്രിക്സിനെ, ഷാങ്ഹായ് കോർപ്പറേഷനെ, ബെൽറ്റ് ആൻഡ് റോഡ് മൂവ്മെൻറ്റിനെ, ഇതിനെയെല്ലാം ശക്തിപ്പെടുത്തി അമേരിക്കക്കും സയനിസത്തിനുമെതിരായിട്ടുള്ള ഒരു ബദലിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഹിന്ദുത്വം എന്ന് പറയുന്നത് സയനിസവുമായിട്ട് പൊതുവായിട്ട് മുസ്ലിം വിരോധം പങ്കിടുന്ന ഒരു പ്രത്യയശാസ്ത്രം കൂടിയാണ്. ഇന്ത്യയിലെ മുസ്ലിം പ്രശ്നം പരിഹരിക്കാൻ എന്താണ്, ഞങ്ങൾ പലസ്തീനിലെ മുസ്ലിങ്ങളെ, അറബ് മുസ്ലിങ്ങളെ ഇല്ലാതാക്കിയ അതേ സ്ട്രാറ്റജി പ്രയോഗിക്കാമെന്ന് ഉപദേശം കൊടുക്കുന്നത് ഇസ്രായേൽ ചാരസംഘടനയാണ് ഇന്ത്യക്ക്. നരസിംഹറാവുവിൻ്റെ കാലം മുതൽ നമ്മളിവിടെ ഈ കാര്യങ്ങൾ ആരംഭിച്ചതാണ്. അപ്പം നമ്മൾ വളരെ ഗൗരവാവഹമായി, അതാണ് ഞാൻ പറഞ്ഞത്, നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും പാരമ്പര്യം, വൻശക്തി മേധാവിത്വത്തിനായിട്ട് ഇന്ത്യ എടുത്ത ഉറച്ച വിദേശ നയം, ചേരിചേരാ നിലപാടുകൾ, ഇത് ഉയർത്തിപ്പിടിക്കണം. സോവിയറ്റ് യൂണിയൻ തകർന്നു, ഇനി അമേരിക്കയ്ക്ക് ലോകത്തിൽ എതിരാളികളില്ല, ലോകം ഏകധ്രുവത്തിലേക്ക് വന്നു എന്നൊക്കെയായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അമേരിക്കക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. നമ്മളെക്കാൾ ദുർബലരായ രാജ്യങ്ങളാണ് ക്യൂബ, വെനിസ്വല തുടങ്ങിയ രാജ്യങ്ങൾ. അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. ഇറാൻ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. എല്ലാ രീതിയിലും സൈനികമായി ആക്രമിക്കപ്പെടുന്ന അമേരിക്കയുടെ വിമാനങ്ങളും പടക്കപ്പലുകളും അതിൻ്റെ കരയിലുള്ള മിസൈൽ വാഹിനികളൊക്കെ എന്താണ്, ഇറാന് നേരെ തിരിച്ചു നിൽക്കുക. എന്നിട്ടും അതെന്താണ്, തലകുനിക്കുന്നില്ല, മുട്ടുമടക്കുന്നില്ല, ധീരമായ നിലപാട് പറയുകയാണ്. ആ ധീരമായ നിലപാടെടുക്കാനാണ്, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടെടുക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. അല്ലാതെ സാമ്രാജ്യത്വത്തിൻ്റെ ഈ ജെഫ്രി എസ്പിനെ പോലുള്ള ആളുകളുടെ അശ്ലീലകരമായ, അങ്ങേയറ്റം കുറ്റകരമായ ഇടപാടുകളിലേക്ക് പോവുകയല്ല വേണ്ടത്. ആ ഇടപാടുകൾ ലോകത്തെ കീഴടക്കാൻ വേണ്ടി അമേരിക്ക രൂപപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. നമ്മളിപ്പോൾ നയതന്ത്രപരമായ ബന്ധങ്ങളും വിദേശ രാജ്യങ്ങളുമൊക്കെ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വളരെ ഗൗരവമായി നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തൊക്കെ മുൻനിർത്തി, ആഗോള രാഷ്ട്രബന്ധങ്ങളെയൊക്കെ മുൻനിർത്തി നടക്കുന്ന വലിയ നീണ്ട ഗ്രേറ്റ് ഡിസ്കഷൻ്റെയൊക്കെ ഒടുവിലുണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയ അങ്ങനെയല്ല. ഈ ചിത്രം കാണിച്ചിട്ടാണെന്നാണ് ഇപ്പോൾ വരുന്നത്. ഇയാളുടെ രഹസ്യദ്വീപിൽ പോയിട്ടുള്ള പടങ്ങൾ കാണിച്ചിട്ടാണ്, വീഡിയോ കാണിച്ചിട്ടാണ് രാഷ്ട്രീയ നേതാക്കളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കരാറുകളിൽ ഒപ്പിടിക്കുന്നത് എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സമയത്ത്